കേരളത്തിൽ സ്ത്രീകളുടെ രാത്രികാല യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാൻ KSRTC പുതിയൊരു പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. പിങ്ക് ബസ് എന്ന പേരിൽ സ്ത്രീകൾക്കായി മാത്രമുള്ള പ്രത്യേക ബസ് സർവീസാണ് തലസ്ഥാന നഗരിയിലെത്തിയത്. രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർക്കും പഠന ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും കൂടുതൽ സുരക്ഷയും ആത്മവിശ്വാസവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലാണ് സർവീസ് നടക്കുന്നത്. പിന്നീട് മറ്റ് പ്രധാന നഗരങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ ആണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സ്ത്രീകളുടെ സുരക്ഷ എന്ന വിഷയം സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് KSRTCയുടെ ഈ പുതിയ തീരുമാനം. പ്രത്യേകിച്ച് രാത്രിയിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് പലവിധ ആശങ്കകളും നേരിടേണ്ടി വരാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ പിങ്ക് ബസ് സർവീസ് അവതരിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ തമ്പാനൂരിൽ നിന്ന് ടെക്നോ പാർക്കിലേക്കാണ് പിങ്ക് ബസ് സർവീസ് നടത്തുന്നത്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടുകളിൽ ഒന്നാണിത്. IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന നിരവധി സ്ത്രീകൾ ഈ റൂട്ടിലൂടെ ദിവസവും യാത്ര ചെയ്യുന്നു. ആയതിനാൽ തന്നെ ഈ റൂട്ട് ആദ്യമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10:45 വരെ ബസ് സർവീസ് ഉണ്ടായിരിക്കും. ജോലി കഴിഞ്ഞ് വൈകി വീട്ടിലേക്ക് മടങ്ങുന്നവർക്കും പഠനം കഴിഞ്ഞ് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഈ സമയക്രമം ഏറെ സഹായകരമാകും. സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമായി പൊതുഗതാഗതം ഉപയോഗിക്കാൻ ഈ സർവീസ് പ്രോത്സാഹനം നൽകുന്നു എന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ പൊതുഗതാഗതം കൂടുതൽ ജനസൗഹൃദമാക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സ്ത്രീകൾക്കായി പ്രത്യേക രാത്രികാല ബസ് സർവീസ് ആരംഭിച്ചത്. യാത്ര സുരക്ഷിതമാക്കുന്നതിനൊപ്പം കൂടുതൽ സ്ത്രീകൾ പൊതുഗതാഗതം തിരഞ്ഞെടുക്കാനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പല നഗരങ്ങളിലും രാത്രികാല യാത്ര സ്ത്രീകൾക്ക് വെല്ലുവിളിയാകാറുണ്ട്. സ്വകാര്യ വാഹനമില്ലാത്തവർക്ക് ബസ്സുകളാണ് പ്രധാന ആശ്രയം. എന്നാൽ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ പലർക്കുമുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാക്കാനാണ് KSRTCയുടെ പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത്. പിങ്ക് ബസിന്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നതും യാത്രക്കാരുടെ പ്രതികരണവും വിലയിരുത്തിയ ശേഷമായിരിക്കും പദ്ധതി മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ മികച്ച പ്രതികരണം ലഭിച്ചാൽ കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലും ഇത്തരം സർവീസുകൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് സർക്കാർ മാത്രമല്ല, സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവുമാണ്. എന്നാൽ സുരക്ഷിതമായ പൊതുഗതാഗത സംവിധാനം ഒരുക്കുന്നത് അതിലെ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ പിങ്ക് ബസ് പദ്ധതി ഒരു സാധാരണ ബസ് സർവീസ് മാത്രമല്ല, സ്ത്രീകൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ രാത്രിയിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ഒരു പുതിയ ചുവടുവയ്പായി വിലയിരുത്തപ്പെടുന്നു. ഇത്തരത്തിലുള്ള പദ്ധതികൾ വിജയിക്കണമെങ്കിൽ യാത്രക്കാരുടെ സഹകരണവും ആവശ്യമാണ്. ബസ് സമയങ്ങൾ കൃത്യമായി പാലിക്കുക, സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അങ്ങനെ ചെയ്താൽ കൂടുതൽ സ്ത്രീകൾ പൊതുഗതാഗതം വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ തയ്യാറാകും. സ്ത്രീകളുടെ രാത്രികാല യാത്ര സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ KSRTC ആരംഭിച്ച പിങ്ക് ബസ് സർവീസ് കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് ശ്രദ്ധേയമായ ഒരു തുടക്കമാണ്. സുരക്ഷ, വിശ്വാസം, സൗകര്യം എന്നീ 3 കാര്യങ്ങൾ ഒരുമിച്ച് നൽകാൻ ലക്ഷ്യമിടുന്ന ഈ പുതിയ സംരംഭം സ്ത്രീകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.